കംബോഡിയ തായ്ലൻഡ് സംഘർഷം പരിഹരിക്കാൻ ഇന്ന് ചർച്ച. മലേഷ്യയുടെ മധ്യസ്ഥതയിലായിരിക്കും ചർച്ച നടക്കുക. ചർച്ചകൾക്കായി തായ്ലൻഡ് താൽക്കാലിക പ്രധാനമന്ത്രി ബാങ്കോക്കിൽ എത്തും. കംബോഡിയൻ പ്രധാനമന്ത്രിയും എത്തുമെന്ന് മലേഷ്യ സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഐസൻ ജോസ് ഉണ്ട്. ഐസൻ, കഴിഞ്ഞ ദിവസം തന്നെ കംബോഡിയ തായ്ലൻഡ് സംഘർഷം അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കം അമേരിക്കയുടെ ഭാഗത്തുനിന്നടക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് നിലവിലെ സാഹചര്യങ്ങൾ? നിലവിൽ ഈ സാഹചര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മലേഷ്യയുടെ മധ്യസ്ഥതയിലാണ് ഈ സംഘർഷം പരിഹരിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടക്കുന്നത്. ബാങ്കോക്കിലായിരിക്കും ചർച്ചകൾ നടക്കുക. നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫുൺതാം വഞ്ചേച്ചായ് ഉൾപ്പെടെയുള്ള താൽക്കാലിക പ്രധാനമന്ത്രി, അതായത് തായ്ലൻഡിന്റെ താൽക്കാലിക പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ കംബോഡിയയുടെ പ്രധാനമന്ത്രിയും ചർച്ചയ്ക്ക് എത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലൊരു സ്ഥിരീകരണം തന്നെയാണ് മലേഷ്യയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഏതാണ്ട് ഒരാഴ്ചയ്ക്കടുത്തായി സംഘർഷം അതിരൂക്ഷമായി നിലനിൽക്കുകയാണ് കംബോഡിയ തായ്ലൻഡ് അതിർത്തിയിൽ. ഈ കുഴിബോംബുകൾ പൊട്ടി സൈനികർക്ക് പരിക്കേറ്റതിന്റെ സാഹചര്യത്തിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടാവുകയും ഈ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തത്. നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ലഭ്യമാകുന്ന സൂചനകളെല്ലാം അനുസരിച്ച് ചർച്ചകൾ ഇന്ന് തന്നെ നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് തന്നെയാണ് സമയം നിശ്ചയിക്കുകയും ചെയ്തിട്ടുള്ളത്. അതും സ്ഥിരീകരിക്കപ്പെടുന്ന ഒരു റിപ്പോർട്ടുകളായി തന്നെ പുറത്തുവരികയും ചെയ്യുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഈ സംഘർഷം അവസാനിപ്പിക്കണം അടിയന്തരമായി എന്ന് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ചിരുന്നു. മാത്രമല്ല, ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ചത് പ്രകാരം തായ്ലൻഡിനും അതുപോലെ തന്നെ കംബോഡിയയ്ക്കും അമേരിക്കയുമായുള്ള വാണിജ്യ ബന്ധം തുടരണമെങ്കിൽ സംഘർഷം അവസാനിപ്പിക്കണം. സംഘർഷം അവസാനിപ്പിച്ചതിന് ശേഷം അത്തരം ചർച്ചകളിലേക്ക് കടക്കാമെന്ന മുന്നറിയിപ്പാണ് ഇന്നലെ അമേരിക്ക നൽകിയത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അടിയന്തരമായി ഈ വിഷയം ചർച്ച ചെയ്യുന്നതും ഒരു മൂന്നാം കക്ഷിയുടെ മധ്യസ്ഥതയിൽ വിഷയം ചർച്ചയ്ക്ക് എത്തുകയും ചെയ്യുന്നത്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് തായ്ലൻഡ് കംബോഡിയയ്ക്ക് നേരെ വ്യോമാക്രമണം പോലും നടത്തിയ സാഹചര്യം ഏതാണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ടാവുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള സംഭവ വികാസങ്ങളെല്ലാം തന്നെ കർശനമായി നിയന്ത്രിക്കുക, മനുഷ്യരുടെ ജീവൻ സുരക്ഷിതമായി നിലനിർത്തുക എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ചർച്ചകൾ മുന്നോട്ട് പോകേണ്ടതെന്ന നിർദ്ദേശവും ട്രംപ് നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി ഐസൻ.